മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അവിടെ ഇപ്പൊ പറഞ്ഞ പള്ളി പറഞ്ഞാ മതി ഓക്കേ, കേട്ടോ. അച്ചോ. ആ. അടി. ഗുഡ് മോർണിംഗ് അച്ഛമ്മ. ഗുഡ് മോർണിംഗ്. സോറി, പുസ്തകം ഒന്ന് വെച്ചതാ. പറയൂളൂ. ഫാദർ പുത്തന്തറ. യെസ്. എന്റെ പേര് ജോൺസൺ. അതായിക്കോട്ടെ, താൻ ആരാണ്, എന്തിനാണ് വന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം താൻ എന്റെ മുമ്പ് ഇരിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാൻ. അതിനുമ്പ് താൻ കസേര വലിച്ചിട്ട് കയറിയിരുന്നത്. സോറി, ഞാൻ പെരുമാടൻ ഐസക്കച്ചൻ പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കിരിക്കിരിക്കും. ഐസക്കച്ചനോ? ആ. അച്ഛൻ സുഖം തന്നെയല്ലേ? അതെ. പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോൾ ടീമിന് ഒരു കോച്ചിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? ആവശ്യപ്പെട്ടിരുന്നോന്ന്. ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കല്ലായിരുന്നോ? ഐസക്കച്ചനോട് പറഞ്ഞ് എങ്ങനെ ഒരു കോച്ചിനെ കണ്ടുപിടിക്കാമെന്ന് സ്റ്റാഫ് കൗൺസിൽ ഞാൻ ഏറ്റുപോയതാ. ആ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഒരു നല്ല കക്ഷിയാ. സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്മുടെ കോളേജ് ഒട്ടും പുറകെ പോരുന്ന വലിയ വാശിയുള്ള ആളാ. കംപ്ലീറ്റ് എനിക്ക് വിട്ടുതന്നിരിക്കുക. ആ, പിന്നെ ഫിസിക്കൽ ഡയറക്ടർ ഈനാശുവിനെയും കൂട്ടി നമുക്ക് ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ കണ്ടുകളാ. കുഴപ്പമൊന്നുമില്ല, ഉറക്കമാ. ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് എന്ന നിലയിൽ എന്റെ സുചിന്തിതമായ അഭിപ്രായം ഞാൻ പറയാം. നമ്മുടെ ബാസ്കറ്റ്ബോൾ ടീമിലെ കുട്ടികൾ വാസനയുള്ളവരാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അസലായിട്ട് കളിക്കുകയും ചെയ്യും. എല്ലാ കളിയിലും തോക്കുകയും ചെയ്യും. അത് കളിയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല. അല്ലല്ല, ഈ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടാ. ഒന്നും മിണ്ടാതിരിയല്ലേ ഈനാശു മാഷേ. എന്റെ ബലമായിട്ടുള്ള സംശയം ദൃഷ്ടിദോഷാണ് കാരണം എന്നാ. ദൃഷ്ടിദോഷോ? ആ, ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നോൺസെൻസ്. സ്പോർട്സ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങളുടെ പാരമ്പര്യം ഈ കോളേജിനുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ഇൻ ബാസ്കറ്റ്ബോൾ. പക്ഷേ നമ്മള് ഇന്ന് വളരെ പുറകിലാണ്. എന്റെ ജോൺസാബ്, നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചു വാർത്ത് മിന്നിപ്പിച്ചെടുക്കണമല്ലോ. ആദ്യം നമുക്ക് അവരുടെ കളിയൊന്ന് കാണാം. ആ. എന്നാലല്ലേ എന്ത് ജഡ്ജ്മെന്റും പറ്റൂ. അതിനിപ്പോ എന്താ പ്രയാസം? സെന്റ് സേവിയേഴ്സ് ആയിട്ടുള്ള മാച്ച് ഉണ്ടല്ലോ ഇന്ന്, അവിടെ കാണാലോ കളി.
കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് പറയാം. ആരും ഒഫൻഡഡ് ആവരുത്. ബേസിക്സ് പോലും അറിഞ്ഞുകൂടാന്നേ കളി കണ്ടാ തോന്നുന്നു. സ്റ്റാമിന ഇല്ല. അവരവർക്ക് പോയിന്റ് നേടി ഷൈൻ ചെയ്യണമെന്നല്ലാതെ ടീമിന്റെ മൊത്തത്തിലുള്ള നേട്ടത്തിൽ ആരും കൺസേൺ അല്ല. കോർഡിനേഷൻ, ടീം സ്പിരിറ്റ് തൊട്ടു തെറിച്ചിട്ടില്ല ഒന്നും. നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, കളി പഠിക്കണം, കളിച്ച് ജയിക്കണം എന്നൊരു സ്പിരിറ്റോടു കൂടി ഇവര് സഹകരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. യെസ്. വാ. നമുക്ക് കളി അറിഞ്ഞൂടാ, ടീം സ്പിരിറ്റ് ഇല്ല, പുതിയ കോച്ചിന്റെ കണ്ടുപിടുത്തം. നാളെ മുതൽ നമ്മളെ കളി പഠിപ്പിക്കാമെന്ന്. എന്താ പഠിച്ചോളയാ? See you. ആ, വെള്ളമുണ്ട്. പിന്നെ മുറിയിൽ സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിലെങ്ങാനും വേറൊരു മുറി ഏർപ്പാടാക്കാം. വേണ്ടച്ചോ, എനിക്കങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ശീലമില്ല. ഓർഫണേജിലെ ഡോർമിറ്ററി, പിന്നെ കോളേജിലെയും കോച്ചിങ് ക്യാമ്പിലെയും ഹോസ്റ്റൽ റൂംസ്, അത്ര തന്നെ. അതുകൊണ്ട് ഒരിക്കലും പോരാ എന്നുള്ള പരാതി ഉണ്ടാവില്ല. ധാരാളം. ഒരുപാട് കാര്യങ്ങൾ താനിപ്പോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഈ ഒരു ഷാർപ്പ്നെസ് കളിയുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ജയിച്ചു. Come on, give me a big clap. മുമ്പ് കലിങ്ങില്ല. പരിശീലിച്ചു കഴിഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടി തേച്ചു മിനുക്കി ഉറപ്പിക്കാനാണ് പ്രാക്ടീസിങ്. അടിസ്ഥാനം പോലും ശരിയല്ലാത്ത നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഹരിശ്രീ മുതൽ തന്നെ തുടങ്ങാം. എന്താ ഫാദർ? Yes. ആദ്യം തടിയുടെ പിത്തകോന്ന് ഇളകി ശരിയാവട്ടെ. കമാൺ, ലൈൻ അപ്പ്. ഫോളോ മീ. Make it fast. You. Hey, make it better. Go. You. Speed up. Try. Hey, can I help you? Like this. What? Yeah, do it better. Hey. ഇത് കൂടെ ചെയ്യാൻ വേണ്ടി താനൊക്കെ എന്തിനാണ് പണിക്കിറങ്ങിയത്? ഓ. You. Come on, fast. Once more. Go. Make it in one line. Again, climb. Do it. Again. Go. Speed up. Speed up. Hey. Stop it. Elsama. Come on. ഇയാളെ ആരുടെ പിടിച്ച് നിങ്ങളുടെ ക്യാപ്റ്റൻ ആക്കിയത്? അല്ല അനുകുട്ടി, ഇവിടെ കോളേജിൽ അയക്കുന്നതേ പഠിച്ച് ഡിഗ്രി എടുക്കാനാണോ? ആ, പഠിത്തത്തിൽ മാത്രമല്ല കളിയിലും അപ്പച്ചന്റെ മോൾ ഒന്നാമതാവണം. ഒന്നാമതായത് തന്നെ ദേ കിടക്കണു. എന്ത്? കയ്യില് വേദന, കാലില് വേദന, മേലാ സകലം നൊമ്പരും. എന്ത് പറ്റി മോളെ? കോച്ചിങ്ങിനെന്നും പറഞ്ഞ ഒരുത്തം വന്നിട്ടുണ്ട്. ആര്? ആ എങ്ങാണ്ടൂന്നൊരു പരമദുഷ്ടനാണ് പോലും. വാമിംഗ് അപ്പ് എന്നും പറഞ്ഞ് അയാൾ ഞങ്ങളെ ഓടിച്ച് പദം വരുത്തി. അതൊക്കെ പോട്ടെന്ന് വെക്കാം, അയാളുടെ വായിന്ന് വരുന്ന കേൾക്കുമ്പോഴാ ഭയങ്കര ഇൻസൾട്ടിങ്ങാ. നോക്കമ്മച്ചി, അപ്പച്ചൻ ചിരിക്കുന്നു. ശരീരം ഒന്ന് പദം വരട്ടെ മോളെ, നല്ല ഉറപ്പ് വേണ്ടേ? അയ്യോ, എന്താണ് എൽസമ്മ അത്?
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് ചെയ്തൂടെ? അല്ലാണ്ട് ബോർഡിനോടും ബോളിനോടും അല്ല ദേഷ്യം കാണിക്കേണ്ടത്. Come on, once more. ആ ശ്ശേ. ഇവിടെ വാടോ. എല്ലാം കണക്ക് തന്നെ. ഓ ഒന്ന് ട്രൈ ചെയ്യേ. പൊസിഷനിൽ വാടോ. Once more. Hey, stop it. കൊണ്ടുവാ. മരത്തവള ചാടുന്ന പോലെയാണോ ചാടുന്നത്? Come on, try again. എടോ ചാറ്. Just stop it. കോച്ചിങ്ങിന് വന്ന അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യാണ്. അങ്ങനെ എന്ത് അപമാനം സഹിച്ച് ഞങ്ങൾക്ക് കളി പഠിക്കണ്ട, ജയിക്കണ്ട. ഏൽസമ്മ, come on. Enough. ഞാൻ കോളേജ് ചേർന്നത് BA ലിറ്ററേച്ചറിനാ, ബാസ്കറ്റ്ബോൾ ഡിഗ്രിക്കല്ല.